Searching for greatness. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ഡേയ്സിന് ശേഷം ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തലശ്ശേരി സ്പെഷ്യലായ മസാല മുട്ടസർക്കയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പൊന്നി അരിയില്ലേ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അത് ഒരു 6 ഹവേഴ്സെങ്കിലും മിനിമം നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ നമുക്ക് അരച്ചിട്ട് യൂസ് ചെയ്യുക. ഇനി അതല്ല രാത്രിക്കേക്കാണെങ്കിൽ രാവിലെ ഇട്ടാലും മതി വെള്ളത്തിൽ. എന്നിട്ട് ഓക്കെ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടുക. അപ്പോൾ ഞാനിവിടെ ഒരു നായി മീൻസ് 250 ml 2 കപ്പ്, അപ്പോൾ 500 ml. ഓക്കെ. എൻ്റെ നായിയുടെ കണക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു നായിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ മുട്ട നല്ലോണം കുറഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ ഞാൻ എപ്പോഴും ഒരു നായി അരിക്ക് എപ്പോഴും ഞാനൊരു 5 മുട്ട എന്തായാലും യൂസ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള ആ ബാറ്റർ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആ ലൂസ് കൺസിസ്റ്റൻസിക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പാർട്ടായിട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് എന്താ പറയുക നല്ലോണം ഫൈനായിട്ട് അരയണം. അപ്പോൾ ഞാൻ ആദ്യത്തെ പോർഷനിൽ ഒരു 3 മുട്ട ഇട്ടിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് പോർഷനും കൂടെ ഇട്ട് ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല. ഗ്രൈൻഡറിൽ യൂസ് ചെയ്ത് അരക്കുന്ന ആൾക്കാരെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇട്ടിട്ട് അരക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ ഇട്ടതായതുകൊണ്ട് തന്നെ ഞാൻ 2 പോർഷൻ ആക്കിയിട്ടാണ് ഇവിടെ അരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോർഷനിൽ ഞാൻ ഇടുമ്പോൾ 3 മുട്ടയും രണ്ടാമത്തതിൽ ഞാൻ 2 മുട്ടയും ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു എന്താ പറയുക അതിലൊരു തരി പോലെ ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചിട്ട് വരിക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കട്ട പോലും പാടില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് മസാല മുട്ട സിർക്കയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിച്ചപ്പും മാത്രമാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉള്ളി ചേർക്കാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർക്കാം. ഞാനിവിടെ ഒരു ഭംഗി ഇത് എന്താ പറയുക ചുട്ടെടുക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് ക്യാരറ്റ് ഇട്ടാലും ആ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ഭംഗിയാണ്. നമുക്കിത് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിതുപോലെ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓണിയൻ ആഡ് ചെയ്യാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സ് പോലെ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ബാറ്റർ, ഇനി അഥവാ നമ്മളെ ബാറ്റർ കുറച്ച് തിക്നെസ് കൂടുതലാണെങ്കിൽ ബാക്കി നമ്മൾ എന്താക്കുക, നമ്മൾക്ക് ഒഴിക്കുന്ന ആ ഒരു പരുവയില്ലേ, ഞാൻ ഒഴിച്ചത് കണ്ടില്ലേ, ആ ഒരു രീതിക്ക് കിട്ടണം. വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ലൂസ് ആവാനും പാടില്ല. ആ രീതിക്ക് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ ലെവലപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ രീതിക്ക് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ചീനച്ചട്ടിയിലോട്ട് ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ ഞാൻ ഇതുപോലെ കാണിച്ചിരിക്കുന്നത് പോലെ ഓയിൽ മേലോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മറിച്ചിടുക. അപ്പോൾ ഇത് വെന്ത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും.
ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താ പറയുക, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ചുട്ടെടുക്കാം ബാക്കി കൂടെ. അപ്പോൾ ഈ ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറ് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു കളറ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ ഒരു മുട്ടസിർക്കയുടെ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അന്ന് കുറച്ച് മുട്ട ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കിയാലും ആ രീതിക്ക് ഉണ്ടാക്കിയാലും ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല, പക്ഷേ കളറിൽ ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.